കഴിഞ്ഞ് ശവങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ കൗരവരും പാണ്ഡവരും ഒന്നിച്ച് തലയിൽ കൈവച്ചു. എന്തിനായിരുന്നു യുദ്ധം? ഒരു ഭൂമി, ഒരേ ആകാശം, ഒരേ വെള്ളം, ഒരേ ആഹാരം, ഒരേ ദുഃഖം, ഒരേ സ്വപ്നം. പാണ്ഡവർ പാടി, കൗരവർ ഏറ്റുപാടി. എന്നിട്ടവർ ഒന്നിച്ച് തോക്കുകൾ തുടച്ച് വെടിപ്പാക്കി. വീണ്ടും പരസ്പരം വെടിവെച്ചു തുടങ്ങി. സച്ചിദാനന്ദന്റെ യുദ്ധം കഴിഞ്ഞ് എന്ന കവിതയിലെ ചില വരികളാണ്. ഭൂലോകത്തിന്റെ അധ്യായം ആരംഭിക്കാൻ അദ്ദേഹത്തിന്റെ വരികളാണ് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നി. സ്വാഗതം. പലസ്തീനും ലെബനനും പുറമെ ഇറാനിൽ കൂടി യുദ്ധമുഖം തുറന്ന് ഇസ്രായേൽ ലോകത്തെ ഞെട്ടിച്ചിട്ട് ഒരാഴ്ച കഴിയുന്നു. പക്ഷേ ഇവ ഉടനെ ഒന്നും അവസാനിക്കുന്ന സാധ്യത കാണുന്നില്ല. ഈ യുദ്ധങ്ങൾ എത്ര നാൾ? എന്താണ് ഇസ്രായേലിന്റെ അന്തിമ ലക്ഷ്യം? ഒറ്റ രാത്രി കൊണ്ട് ഇറാന്റെ സുപ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർക്കാനായിരുന്നു ആദ്യ പദ്ധതി. അടുത്ത ദിവസങ്ങളിൽ സുപ്രധാന നേതാക്കളെ വകവരുത്താനും. രണ്ടും നടന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് ഇറാനും സമ്മതിക്കുന്നു. പക്ഷേ ഓരോ അടിക്കും തിരിച്ചടിക്കുകയാണ് ഇറാൻ. തലസ്ഥാനമായ ടെല്ലവീവിൽ, തുറമുഖ നഗരമായ ഹൈഫയിൽ, ഇവിടെയെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുകയാണ്. അത് അവസാനിക്കുന്നില്ല. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് അറിയാതെയല്ല ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോഴും കിഴക്ക് നിന്ന് മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചെറുകിട തീവ്രവാദി സംഘങ്ങളെയാണ് ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മിസൈലുകളെല്ലാം അയൺഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം കൊണ്ട് തകർക്കുകയും ചെയ്തു. പക്ഷേ കളി ഇറാനോടായപ്പോൾ സ്ഥിതി മാറി. ബാലിസ്റ്റിക് മിസൈലുകളുടെ ശരവർഷം കൊണ്ടായിരുന്നു തിരിച്ചടി. പലപ്പോഴും അയൺഡോം അപ്രസക്തമായി. ആദ്യമായി TV സ്ക്രീനുകളിൽ ഇസ്രായേലിൽ നിന്ന് തകർന്ന കെട്ടിടങ്ങളുടെയും പടരുന്ന അഗ്നിയുടെയും ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ജനം വീടുകൾ വിട്ട ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളിൽ അഭയം തേടുന്നു. മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് വരുമ്പോൾ വീട് വിട്ട് ഓരോ തവണയും ഷെൽട്ടറുകൾ തേടി ഓടുന്നതിനു പകരം ഇത്തരം സ്റ്റേഷനുകളിൽ താമസമാക്കിയിരിക്കുകയാണ് പലരും. പല ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളും യുദ്ധം തുടങ്ങിയ ശേഷം പ്രവർത്തിക്കുന്നില്ല. ഗാസയിലെ ജനങ്ങളുടെ പെടാപ്പാട് ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലായി കാണുമല്ലോ എന്ന് ലോകം ചോദിച്ചു. യുദ്ധതന്ത്രത്തിലും ആയുധങ്ങളിലും ഇറാൻ ഇസ്രായേലിനെ ഞെട്ടിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഒരു പോർമുനയ്ക്ക് പകരം നിരവധി പോർമുനകളുള്ള മിസൈലുകളാണ് അതിലൊന്ന്. ആകാശത്ത് വെച്ച് പല ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്ന ഇത്തരം മിസൈലുകളെ പിന്തുടർന്ന് തകർക്കാൻ ബുദ്ധിമുട്ടുകയാണത്രേ ഇസ്രായേലിന്റെ അയൺഡോം സംവിധാനം. ഈ സാങ്കേതിക വിദ്യ പുതിയതല്ല. പക്ഷേ അത്തരം ആയുധങ്ങളുടെ എണ്ണത്തിൽ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരുന്നു ഇറാൻ. ഏത് നിമിഷവും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ആക്രമണം പ്രതീക്ഷിക്കുന്ന ഇറാൻ വർഷങ്ങളായി അതിനുള്ള പ്രതിരോധവും ഒരുക്കിയിരുന്നു. ഇറാന്റെ സുപ്രധാന ആണവ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ഭൂമിക്കടിയിൽ ഒരുപാട് താഴെയാണത്രേ. അതൊന്നും തകർക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പല യുദ്ധ നിരീക്ഷകരും കരുതുന്നത്. അതിനുള്ള ശേഷിയോ സാങ്കേതിക വിദ്യയോ ഇപ്പോൾ ഇസ്രായേലിന് ഇല്ല. ഇപ്പോൾ തീരുമെന്ന് കരുതി തുടങ്ങിയ യുദ്ധം 2 ആഴ്ചയിലേക്ക്. ഇതുപോലെയായിരുന്നു ഗാസയിലെ ആക്രമണവും. ഒരു ചെറിയ തുണ്ടു ഭൂമി പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ട് 1 വർഷം കഴിയുന്നു. ഇപ്പോഴും ഹമാസ് എന്ന സംഘടന ചെറുത്തു നിൽക്കുന്നു. അവരുടെ പക്കൽ ഇപ്പോഴും 50ഓളം ഇസ്രായേൽ ബന്ദികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക കൂടി ഇറങ്ങണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്നത്. അമേരിക്ക ഇറങ്ങിയാൽ പലതുണ്ട് കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ ആയുധങ്ങൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്നതാണ്.
ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അമേരിക്കയ്ക്ക്. ഭൂമിക്ക് ഒരുപാട് താഴെ കോട്ടകെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ബങ്കറുകളെ വരെ അമേരിക്കൻ ബോംബുകൾ കണ്ടെത്തി തകർക്കും. അതിരൂക്ഷമായ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന കൂറ്റൻ ബോംബുകളാണ് ഇതിനായി അമേരിക്കയുടെ പക്കലുള്ളത്. ഇനിയും തകരാതെ പിടിച്ചു നിൽക്കുന്ന ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇത് കിട്ടിയേ തീരൂ. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇസ്രായേൽ ഉടൻ ജയിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാവണം അമേരിക്ക അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തത്. ഇറാൻ കീഴടങ്ങുകയോ ഒത്തുതീർപ്പിന് വരികയോ ചെയ്യുമെന്ന് വാഷിംഗ്ടൺ കണക്കുകൂട്ടി. അതുണ്ടായിരുന്നു. ഞങ്ങളും യുദ്ധത്തിനിറങ്ങുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കി. എങ്കിൽ നിങ്ങൾക്കെതിരെയും ഞങ്ങൾ തോക്കുകൾ തിരിക്കുമെന്ന് തിരിച്ചടിച്ചു ഇറാൻ. ഏറ്റവും ഒടുവിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ഇതൊന്നുമല്ലാത്ത ഒരു പ്രശ്നം കൂടിയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമടക്കം സകലതും നിർത്തിയത് താനാണെന്ന് അവകാശപ്പെട്ട് നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണത്രേ ലക്ഷ്യം. അതിനിടെ ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുന്നത് എങ്ങനെ? അതേസമയം പകുതി വഴി കൊണ്ടെത്തിച്ചിട്ട് ഇസ്രയേലിനെ കൈവിടുന്നത് എങ്ങനെ? ട്രംപിന്റെ ഈ കൺഫ്യൂഷനാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലെ ട്വിസ്റ്റ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓരോ നീക്കവും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ ലക്ഷ്യമിട്ടാണ്. പോയിന്റ് ബ്ലാങ്കിലെന്ന് അമേരിക്കയും ഇസ്രയേലും പറയുമ്പോഴും പതറാതെ പ്രതിരോധിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ വിപ്ലവ യോദ്ധാവ്. വാൾ തലപ്പിന്റെ മൂർച്ചയുണ്ട് ഖമനേയിയുടെ ഓരോ മറുപടിക്കും. പക്ഷേ അമേരിക്കയുടെ തോളിലിരുന്ന് ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇനിയും എത്ര പിടിച്ചു നിൽക്കാനാകും ഇറാന്റെ പരമോന്നത നേതാവിന്? അമേരിക്കയോടും ഇസ്രയേലിനോടും അയത്തുള്ള അലി ഖമനേയിക്കുള്ള പകയ്ക്ക് 60 വർഷത്തെ ആഴമുണ്ട്. ഷാ ഭരണകൂടത്തിന്റെ രഹസ്യ പോലീസ് അരങ്ങുവാണ 60കളിലെ ഇറാൻ. അന്ന് വിമോചന സമരത്തിലായിരുന്നു അലി ഖമനേയി. ഖമനേയിയെ 1963 പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട് ഷാ ഭരണകൂടം. കൽത്തുറുങ്കിൽ ഏകാന്ത തടവും അതിക്രൂര പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന കാലം ഖമനേയിക്ക് ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ നിന്ന് മായ്ക്കാനാവില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യുടെയും ഇസ്രയേലിലെ മൊസാദിന്റെയും സഹായത്തോടെയാണ് ഷാ ഭരണകൂടം സകല ക്രൂരതകളും നടപ്പാക്കിയതെന്ന് അലി ഖമനേയി ഇന്നും വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള സന്ദേശവുമായി ടെഹ്റാനിൽ പറന്നിറങ്ങിയ ജപ്പാൻ പ്രധാനമന്ത്രിയോട് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞത് ഇങ്ങനെയാണ്: ഡൊണാൾഡ് ട്രംപ് ഒരു സന്ദേശവും കൈമാറാൻ അർഹതയുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇറാനുമായുള്ള അമേരിക്കയുടെ ആണവ കരാർ 2015-ൽ ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേൽ ഉപരോധങ്ങൾ ശക്തമാക്കി. ഇറാന്റെ പണപ്പെരുപ്പം 50%-ലെത്തി. പ്രതികാര നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി തുടർന്നു അമേരിക്ക. ഇതിനിടെ വൈറ്റ് ഹൌസിൽ രണ്ടാമതുമെത്തി ഡൊണാൾഡ് ട്രംപ്. ഖമനേയിക്ക് പക്ഷേ പഴയ നിലപാട് തന്നെ. ആണവ കാര്യങ്ങൾ സംബന്ധിച്ച് 5 റൗണ്ട് ചർച്ചകളിലും അമേരിക്ക വരച്ച വരയോട് അടുത്തിട്ടില്ല ഇറാൻ. അയത്തുള്ള അലി ഖമനേയിയുടെ ഒളി സങ്കേതം അറിയാമെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ടെന്ന ലൈനിലാണ് ഖമനേയി ആരാധകർ സമൂഹ മാധ്യമത്തിലൂടെ ഇതിന് നൽകുന്ന മറുപടി. ജൂൺ 27, 1981 തെഹ്റാനിലെ പള്ളിയിൽ അലി ഖമനേയി പ്രസംഗിക്കവേ ടേപ്പ് റെക്കോർഡർ പൊട്ടിത്തെറിച്ചു. ഖമനേയിയുടെ വലതു കൈ തളർത്താൻ മാത്രമേ ആ സ്ഫോടനത്തിന് കഴിഞ്ഞുള്ളൂ. അന്ന് ആ സ്ഫോടനത്തിന് ശേഷം അലി ഖമനേയി നടത്തിയ പ്രതികരണം ഇന്നും ഖമനേയി ആരാധകർക്ക് ആവേശമാണ്. തന്റെ തലച്ചോറും നാവും പ്രവർത്തിച്ചാൽ മതിയെന്നായിരുന്നു ഖമനേയിയുടെ വാക്കുകൾ. പ്രചോദനമാകുന്ന നായകനോ പിടിതരാത്ത വില്ലനോ? രണ്ടഭിപ്രായമുണ്ട് ആയത്തുള്ള അലി ഖമനേയിയെ കുറിച്ച്. യുദ്ധമുഖത്ത് നിന്ന് തന്ത്രപരമായി പിന്നോട്ട് ചുവടുവയ്ക്കാനും ഖമനേയിക്ക് അറിയാമെന്നതാണ് ചരിത്രം. റെസിസ്റ്റൻസ്, പ്രതിരോധം. ഒരു പ്രസംഗത്തിൽ പലതവണ ഖമനേയി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
പരമോന്നത നേതാവിന് പിഴച്ചു തുടങ്ങിയതും പ്രതിരോധ അച്ചുതണ്ടിലാണ്. ഇറാനെ ആണവ ബോംബിനടുത്തെത്തിച്ച് ഈ ദുർവിധി ഖമനേയി ക്ഷണിച്ചു വരുത്തിയതാണെന്ന് വിമർശിക്കുന്നവരെ തെറ്റുപറയാനാകില്ല. നിഗൂഢതകൾ കൂടിയാണ് ഖമനേയിയുടെ ചരിത്രം. ഒറ്റ രാത്രി കൊണ്ട് അലി ഖമനേയിക്ക് ആയത്തുള്ള പദവി ലഭിച്ചു. പിന്നീടിങ്ങോട്ട് ഇറാൻ കണ്ടത് അധികാരമടക്കം സർവവും കൈപ്പിടിയിലൊതുക്കുന്ന ഖമനേയിയാണ്. രാജ്യത്തെ തന്ത്രപ്രധാന അധികാര സ്ഥാനങ്ങളിൽ ഇഷ്ടക്കാരെ നിയമിക്കാൻ സ്വന്തം സമിതികളുണ്ടാക്കി. വിധേയരെ മാത്രം ആ സ്ഥാനങ്ങളിൽ നിയമിച്ചു. 3.5 പതിറ്റാണ്ടായി ഇറാൻ കറങ്ങുന്നത് ഖമനേയിക്ക് ചുറ്റുമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ദുർബലമായിരിക്കുമ്പോൾ പോർമുഖത്ത് ഇനിയും എത്രനാൾ പിടിച്ചു നിൽക്കാനാകും ആയത്തുള്ള അലി ഖമനേയിക്ക്? പിൻഗാമിയായി മകൻ മുജ്തബ ഖമനേയിയെ മനസ്സിൽ കാണുന്നുണ്ടെന്നാണ് അണിയറ കഥകൾ. പണ്ട് കുടുംബവാഴ്ചക്കെതിരെ പോരാടിയ ഖമനേയിയെ ചരിത്രം തിരിഞ്ഞുകൊത്തുമോ? ആയത്തുള്ള അലി ഖമനേയിയുടെ ഇടതും വലതും നിന്നവരെ ഒന്നൊന്നായി ഇസ്രയേൽ കൊന്നു തള്ളുകയാണ്. ചുറ്റുമുണ്ടായിരുന്ന വിശ്വസ്തർ മരിച്ചു വീഴുമ്പോൾ പഴയ ഏകാന്ത തടവുകാരന്റെ മനസ്സാകുമോ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയിക്ക്? വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് ആണ് ലോകത്ത് ഇതുവരെ എഴുതപ്പെട്ട നോവലുകളിൽ ഏറ്റവും മനോഹരമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയത്തുള്ള അലി ഖമനേയി. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടം അടയാളപ്പെടുത്തുന്ന കഥ, നീതിയും വിമോചനവും പ്രമേയമാകുന്ന ഇതിഹാസ നോവൽ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പഴയ വിപ്ലവ സൂര്യന് ഇഷ്ടമാകുന്നത് സ്വാഭാവികം. ഫെർദോ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് 96 കിലോമീറ്റർ അകലെ പർവ്വത നിരകൾക്കുള്ളിൽ ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും പേടി സ്വപ്നമാണ് ഫെർദോ ആണവ കേന്ദ്രം. പുറമെ മലനിരകൾ, ഉള്ളിൽ രാജ്യങ്ങൾ തന്നെ തകർക്കാൻ പ്രഹരശേഷിയുള്ള അണുബോംബോ. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലേക്ക് അമേരിക്കയും എത്താൻ കാരണം ഫെർദോ ആണവോർജ കേന്ദ്രമാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 60 മൈൽ, ഏതാണ്ട് 96 കിലോമീറ്റർ അകലെ കോം നഗരത്തിനടുത്താണ് ഈ മലനിരകൾ. അതിനുള്ളിലാണ് ഇറാന്റെ ഫൊർദോ ആണവോർജ കേന്ദ്രം. ലോകത്തിനു മുന്നിൽ ദുരൂഹതകളുടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതനിര. ഇറാന് രഹസ്യങ്ങളുടെ കലവറയാണ് ഫൊർദോ. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉപയോഗിച്ചിരുന്ന ടണലുകളാണ് ഫൊർദോ പർവ്വതനിരകൾക്കുള്ളിലെന്നാണ് ലോകം ഒരിക്കൽ വിശ്വസിച്ചിരുന്നത്. അഥവാ അങ്ങനെയാണ് ഇറാൻ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്നത്. അവിടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ടെന്ന് 2009 ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അതും പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ഈ സത്യം ലോകത്തെ അറിയിച്ചതിന് ശേഷം. ഉള്ളിലെന്തെന്ന് ഇപ്പോഴും അവ്യക്തം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 6 പ്രവേശന കവാടങ്ങൾ, ടണലിലൂടെ ഭൂഗർഭ കോംപ്ലക്സിലേക്ക്, യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകൾ, 2 വലിയ തുരങ്കങ്ങൾ, ചെറിയ തുരങ്കങ്ങളുടെ ശൃംഖല, ഇതൊക്കെയാണ് മലനിരയ്ക്കുള്ളിൽ. വ്യോമാക്രമണത്തിലും പരമ്പരാഗത ബോംബുകൾക്കും ഒന്നും തകർക്കാൻ കഴിയാത്ത അത്രയും സുരക്ഷിതമായാണ് ഫെർദോയിൽ ആണവ സമ്പുഷ്ടീകരണം. അതുതന്നെയാണ് ഇസ്രയേൽ ഇത്രയും കാലം നേരിട്ട വെല്ലുവിളി. ഭൂഗർഭ നിലയത്തിൽ 20 മീറ്റർ താഴെയാണ് നതാൻസ് ആണവ നിലയം. ഇവിടെ മുകൾ നിലയിലാണ് യുറേനിയം സമ്പുഷ്ടീകരണം. ഇത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നു. പ്രധാന വൈദ്യുതി ലൈനുകളും ബാക്കപ്പ് ജനറേറ്ററുകളും തകർന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ പ്രധാന ഉപകരണമാണ് സെൻട്രിഫ്യൂജുകൾ. 10,000 സെൻട്രിഫ്യൂജുകളാണ് ഇവിടെയുള്ളത്. പക്ഷേ ഫോർദോയിൽ അങ്ങനെയല്ല. പർവ്വതങ്ങൾക്കുള്ളിൽ 80 മുതൽ 90 മീറ്റർ വരെ താഴെയാണ് ഭൂഗർഭ ആണവ കേന്ദ്രം. ഏതാണ്ട് 262 മുതൽ 295 അടി വരെ താഴെ. എണ്ണത്തിൽ കൂടുതൽ സെൻട്രിഫ്യൂജുകൾ നദാൻസിലാണെങ്കിലും കരുത്തേറിയവ ഫോർദോയിലാണെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ലോക്കൽ ബോംബുകൾ കൊണ്ടോ സാധാരണ വ്യോമാക്രമണം കൊണ്ടോ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാനാവില്ല. അതിന് സാക്ഷാൽ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണം. 13,000 കിലോ വരുന്ന ബസ്റ്റർ ബങ്കർ ബോംബുകളുള്ളത് അമേരിക്കയുടെ കൈവശമാണ്. GBU 57 മാസീവ് ഓർഡിനൻസ് പെർനട്രേറ്റർ എന്ന MOP 18 മീറ്റർ വരെ ആഴത്തിലുള്ള കോൺക്രീറ്റും 61 മീറ്റർ വരെ ആഴത്തിലും ഭൂമി തുറന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണ് MOP. പ്രതിരോധ വിദഗ്ധർ പറയുന്നതനുസരിച്ച് B-2 സ്റ്റെൽത്ത് യുദ്ധവിമാനം, സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ പോലും പെടാതെ അമേരിക്ക രഹസ്യമായി സൂക്ഷിക്കുന്ന വജ്രായുധം. 6.2 മീറ്റർ നീളമുള്ള MOP ബോംബുകൾ വഹിക്കാൻ B-2 ബോംബറുകൾക്ക് സാധിക്കൂ. ലക്ഷ്യത്തിന്റെ 12 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് തൊടുക്കും. സാറ്റലൈറ്റ് ഗൈഡൻസോടെ താഴേക്ക്. ഭൂഗർഭ നിലയത്തിലെത്തിയാൽ 2400 കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കും. ഫെർദോയിൽ വീഴുമോ ബങ്കർ ബസ്റ്റർ ബോംബുകൾ? ഇസ്ലാമിക പൗരോഹിത്യ ഭരണത്തിന് കീഴിലുള്ള ഇറാനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലർ ഈ രാജ്യത്തിന് ഒരു വിപ്ലവ മുഖം നൽകുമ്പോൾ മറ്റു ചിലർ ആ മുഖത്തിന് തീവ്രവാദം എന്ന ലേബൽ കൂടി പതിച്ചു നൽകും. ആ മുഖം ഏതാണെന്നല്ലേ? പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സമാന്തര സൈനിക വിഭാഗമായ IRGC അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സായുധസേനയുടെ ഒരു ഉന്നത വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ കാവൽ സേന എന്നർത്ഥം. പേരുപോലെ തന്നെ ഇസ്ലാമിക പൗരോഹിത്യ ഭരണത്തിന് ഹാനികരമാകുന്ന എന്തിനേയും പ്രതിരോധിക്കുകയാണ് സേനയുടെ കർത്തവ്യം. വ്യക്തമായി പറഞ്ഞാൽ ഇറാനിയൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നതാണ്. IRGCയുടെ പ്രവർത്തനം പൂർണ്ണമായും ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയം മുൻനിർത്തിയാണ്. മുഹമ്മദ് റാസ ഷാ പെഹ്ലവിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് അയത്തുള്ള റൊഹല്ല ഖമനേയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം അരങ്ങേറുന്നത്. ഭരണം പിടിക്കാനായെങ്കിലും സൈന്യത്തെ സംശയത്തോടെയായിരുന്നു പുരോഹിതവർഗം കണ്ടിരുന്നത്. അതിന് കാരണം ഏതു നിമിഷവും ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകുമെന്ന ഭയമായിരുന്നു. അവിടെ നിന്നാണ് IRGCയുടെ ഉത്ഭവം. ഭരണഘടനയുടെ എല്ലാ പരിരക്ഷയും നൽകി. രാഷ്ട്രീയ ഇടപെടലുകൾക്ക് നിയമസാധുതകളും കൽപ്പിച്ചുകൊടുത്തു. പട്ടാളത്തിന്റെ അധികാരങ്ങൾക്ക് കടിഞ്ഞാണിടാനുള്ള ലക്ഷ്യത്തിനായി ഭരണ താൽപര്യങ്ങളില്ലാത്ത ഒരു സംഘടനയായി IRGCയെ ഖമനേയി തയ്യാറാക്കി. ഇന്നിപ്പോൾ ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ 2/3 ഭാഗവും നിയന്ത്രിക്കുന്നത് IRGCയാണ്. ഇറാനിൽ മൊത്തം പടർന്നു കിടക്കുന്ന അധികാര ഘടനയാണ് IRGCയുടേത്. ഓരോ മേഖലകളും നിയന്ത്രിക്കാൻ 4 വിഭാഗങ്ങളായി തരംതിരിച്ചു. ഒന്നാമത്തേത് ബസീജ്. സാധാരണ വേഷത്തിലും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതുമായ സേനയാണ് ബസീജ്. തെരുവുകളിൽ ക്രമസമാധാന നിലയും ശരിയത്ത് നിയമങ്ങളും സംരക്ഷിക്കുകയാണ് ചുമതല. 90,000 സ്ഥിരാംഗങ്ങളും 3 ലക്ഷം റിസർവ് അംഗങ്ങളും ബസീജിലുണ്ട്. രണ്ടാമതായി ഖദാം അൽ അൻബിയാസ്. ചുമതല കൺസ്ട്രക്ഷൻ. ഡാമുകൾ, ടണലുകൾ, ഹൈവേകൾ തുടങ്ങി നിരവധി പദ്ധതികൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും ഇവരാണ്. IRGCയിലെ ഏറ്റവും ശക്തമായ സംഘടനയും ഇതുതന്നെ. മൂന്നാമത്തേത് ബോൺ യാർഡ്സ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമായി ഏർപ്പെടുന്ന സ്ഥാപനം. എന്നാൽ ഇറാനിലെ വിവിധ കമ്പനികളുടെ ഷെയറുകൾ ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഒടുവിലത്തേത് ഖുദ്സ്.
ഇറാന് പുറത്തുള്ള പ്രവർത്തനങ്ങളുടെ നേതൃത്വമാണ് ഖുദ്സിനുള്ളത്. അതായത് സാമ്പ്രദായിക രീതിയിലല്ലാത്ത യുദ്ധങ്ങളും സൈനിക ഇന്റലിജൻസ് ഓപ്പറേഷനുകളും നടത്തുന്നത് ഖുദ്സ് സംഘമാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി എന്നീ സായുധ സേനകളെ പിന്തുണയ്ക്കുന്നതും ഖുദ്സാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ IRGCയെ സംബന്ധിച്ച് വിമത നീക്കങ്ങളാണ്. അതിനെ അടിച്ചമർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് റവല്യൂഷണറി ഗാർഡ്സിന്റേത്. കാലങ്ങൾ കടന്നുപോയി. ഇന്നിപ്പോൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്നതും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ഈ കാവൽ സേനയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ IRGCയെ സംബന്ധിച്ച് വിമത നീക്കങ്ങളാണ്. അതിനെ അടിച്ചമർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് റവല്യൂഷണറി ഗാർഡ്സിന്റേത്. കാലങ്ങൾ കടന്നുപോയി. ഇന്നിപ്പോൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്നതും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ഈ കാവൽ സേനയാണ്. ബലൂചിസ്ഥാൻ നേതാവ് മഹ്റങ് ബലൂച്ച് പാകിസ്ഥാൻ ജയിലിൽ അതിക്രൂരമായ പീഡനത്തിന് ഇരയാവുകയാണ്. എന്നിട്ടും അന്താരാഷ്ട്ര സമൂഹം ഈ മനുഷ്യാവകാശ ധ്വംസനത്തെ ഗൗരവമായി കാണുന്നില്ല. മനുഷ്യാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പല ലോക നേതാക്കളും ആക്ടിവിസ്റ്റുകളും മൗനം പാലിക്കുന്നു എന്നതും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. അടുത്തിടെ ബലൂചിസ്ഥാൻ ആക്ടിവിസ്റ്റ് മഹ്റങ് ബലൂച്ചിനെ സഹോദരി ജയിലിൽ സന്ദർശിച്ചു. എന്നാൽ ആ സന്ദർഭത്തിൽ പോലും നാദിയ ബലൂച്ചിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തെ നാദിയ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വലിയ പോലീസ് സന്നാഹം ഞങ്ങളെ വളഞ്ഞു. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം നിയമ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുകയും ഷെഡ്യൂൾ ചെയ്ത സന്ദർശന വേളയിൽ തങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് അവർ ആരോപിക്കുന്നു. തടവിലാക്കപ്പെട്ട ബലൂചിസ്ഥാൻ നേതാവ് മഹ്റങ് ബലൂച്ചിന്റെ കുടുംബം ക്വറ്റയിലെ ഹുദ ജയിലിൽ നേരിട്ടത് വ്യക്തമായ മനുഷ്യാവകാശ ലംഘനമാണ്. ജയിൽ അധികൃതരെ ഉപദ്രവിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. മഹ്റങ് ബലൂച്ചിൽ നിന്ന് ഒരു പവർ ഓഫ് അറ്റോർണി വാങ്ങാനാണ് അവർ ജയിലിലെത്തിയത്. സൂപ്രണ്ട് ഹമീദുള്ള പെച്ചേഹി മണിക്കൂറുകളോളം നടപടിക്രമങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു. ഒടുവിൽ രേഖയിൽ ഒപ്പിടാനോ സീൽ ചെയ്യാനോ വിസമ്മതിച്ചുവെന്നും നാദിയ കുറ്റപ്പെടുത്തുന്നു. ഇൻസ്പെക്ടർ ജനറലിന്റെ നിർദ്ദേശങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സൂപ്രണ്ട് പറഞ്ഞു. നാദിയ ദി ബലൂചിസ്ഥാൻ പോസ്റ്റിനോട് പറഞ്ഞു. ജയിലിൽ ബലൂച്ച് യാക് ജഹദി കമ്മിറ്റി അംഗങ്ങൾ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ്. മഹ്റങ് ഉൾപ്പെടെയുള്ള ബലൂച്ച് യാക് ജഹദി കമ്മിറ്റി അംഗങ്ങൾ നിരന്തരം ഭീഷണിക്ക് ഇരയാകുന്നു. ജയിൽ സൂപ്രണ്ട് സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പൂർണ്ണമായും നിശബ്ദരാകണമെന്നും അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ നേരത്തെ തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. എല്ലാം വ്യാജമാണ് എന്നാണ് വിശദീകരണം. മഹ്റങ് നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. കസ്റ്റഡിയിൽ മോശമായി പെരുമാറുന്നത് തുടരുന്ന ജയിൽ അധികൃതർ അത് തടസ്സപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നാദിയ ചൂണ്ടിക്കാണിക്കുന്നു. മഹ്റങ് ബലൂച്ച്, ബെബാർഗ് ബലൂച്ച്, മാമ ഗഫർ ബലൂച്ച് എന്നിവരെ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പൊതുക്രമസമാധാന പരിപാലന നിയമപ്രകാരം BYC നേതാക്കളെ തുടർച്ചയായി തടങ്കലിൽ വെക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷവും രൂക്ഷമാണ്. ഈ തടങ്കലുകളുടെ നിയമസാധുത ചോദ്യം ചെയ്ത് BYC പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ അറസ്റ്റുകൾ ഭരണഘടനാ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് വ്യക്തമാണ്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. പ്രമുഖ ബലൂച്ച് മനുഷ്യാവകാശ നേതാക്കളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചതിനെതിരെ BYC 3 ദിവസത്തെ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. ടർബറ്റ് പ്രസ് ക്ലബിന് മുമ്പിലായിരുന്നു സമരം. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മജീദ് ദഷ്തിയെ പോലുള്ളവർ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. ബലൂചിസ്ഥാനിൽ സാധാരണക്കാരെ നിയമ നടപടികളില്ലാതെ പാക് സേന തട്ടിക്കൊണ്ടുപോകുന്നു. വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നു. അസ്വസ്ഥമായ പ്രദേശങ്ങളിലെ ജനസമൂഹത്തെ ഭയപ്പെടുത്തുന്നു. എന്നാൽ
ഇതിനെതിരെയുള്ള പ്രതിഷേധം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറുകയാണ്. തിരോധാനങ്ങളിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അധികാരികൾ പതിവായി ആവർത്തിക്കുന്നു. പക്ഷേ ഡോക്ടർ മഹ്റങ് ബലൂച്ചും മറ്റ് നേതാക്കളും തടവിലായിട്ട് 3 മാസമായി. ഈ അനീതി എത്ര നാൾ വേണമെങ്കിലും തുടരാം. പക്ഷേ ഒരു ദിവസം ബലൂചിസ്ഥാൻ ഈ കടുത്ത ദിനങ്ങളിൽ നിന്ന് മുക്തമാകും. അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ആഘോഷിക്കുന്ന ദിവസം തീർച്ചയായും വരിക തന്നെ ചെയ്യും. 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധം നൽകിയ സന്ദേശം യുദ്ധമല്ല പോംവഴി എന്നാണ്. അനാഥരെയും അഭയാർത്ഥികളെയും സൃഷ്ടിക്കുന്ന ഏതു യുദ്ധത്തിലും തോൽക്കുന്നത് മനുഷ്യരാണ്. ഒടുവിൽ ബാക്കിയാകുന്നത് കണ്ണീരുപ്പിന്റെ രുചി മാത്രം.